കമന്റ് സെക്ഷനിൽ ഇത് തന്നെയാണ്. അണ്ണന്റെ ഡാൻസിന്റെ വെയിറ്റ് നമ്മള് നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളതാ. അമ്മോ പണ്ട് കാണാൻ പോകുമ്പോ എനിക്ക് പേടിയായിരുന്നു. ആ അടുത്തേക്ക് ഇതിനൊരു ഈ ചുറ്റി നിൽക്കുമ്പോ ഒരു വൈബ്രേഷൻ ഉണ്ട് അതിന്. എന്റെ പൊന്നോ, അങ്ങനെ വിറ്റല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? നിങ്ങൾ ഇങ്ങനെ പേടിച്ചതിന്റെ കാര്യം എന്താ? തീപ്പെട്ടി പേടിപ്പിച്ചണ്ടാണോ തീപ്പെട്ടി വെക്കുന്നത്? എന്ത് പേടിക്കാനാണ്? അണ്ണ ആളെ കണ്ടുപിടിച്ചു, ആളെ കണ്ടു നല്ല പരിചയം. പണ്ടത്തെ ടിക്ടോക്ക് കാലഘട്ടം. ഇതെല്ലാം എന്റെ റൂംമേറ്റ്സ് ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ ബാംഗ്ലൂര്. പ്രായത്തിന്റെ ഓരോരോ ഞാനീ ഫ്രെയിമിൽ തലാടാ വേറെന്താ ഞാനീ ഫ്രെയിമിലൂടെ ഇത് ഏയാണെന്ന് പറഞ്ഞ രക്ഷപ്പെടോ. ഇവരിപ്പോഴും അനുഭവിക്കരുത്. കായ് കൊണ്ടെടുത്ത പുള്ളി ഒരുപാട് അനുഭവിക്കുന്നത്. ആൽബിന് നിന്റെ കല്യാണം കഴിഞ്ഞു കളിയാ. പേരും പറഞ്ഞു എന്നോട് നീ ക്ഷമിക്കണ ആൽബിന്. പുരിജുവിന്റെ കല്യാണം കഴിഞ്ഞു, ആൽബിന്റെ കല്യാണം കഴിഞ്ഞു ഓർമ്മയില്ല. എന്റെ അളിയാത് ഇപ്പൊ നാട്ടുകാരും കണ്ടു കേട്ടാ. അയ്യോ നീ കെപ്പി കെട്ടണം തുടങ്ങിയോടാ? കാശുള്ളവർക്ക് മാത്രം. അതല്ലേ കാശ് ഞാൻ തരാം. എനിക്കോടാ ആ കിടക്കുന്നേക്കാണ് ഇതൊക്കെ പെണ്ണ്. എങ്കിൽ ഒരു 4 ആണിനെയും ഒരു പെണ്ണിനെയും കൊടുത്താ. എന്ത് 4 ആണിനെയും ഒരു പെണ്ണിനെയും കൂടെ ഒരു കവറിലിട്ടാ. അതൊന്നും ഇവിടെ നടക്കത്തില്ല. നമ്മുടെ നാടിനൊരു സംസ്കാരമുണ്ട്. അതിൽ ഊന്നിയാണ് എന്റെ മത്സ്യകൃഷി. നീ എന്തോടെ പറയുന്നു? അതുപോലെ രാത്രിയൊക്കെ ഇരുന്ന് ഓരോ വീഡിയോ കണ്ടിട്ട് പകലും മീൻ മേടിക്കാൻ പറ്റും. രാത്രി വീഡിയോ കണ്ടിട്ട് പകല് മീൻ മേടിക്കാൻ വന്നേക്കുന്നു. ഇജാതി സാധനമൊക്കെ വളരെ അസ്വസ്ഥതനാണ്. എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന കണക്കത്തെ ജാല വിദ്യകളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കൈ കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചു വാരി തിന്നിട്ട് ഗ്രീൻ ടീ കുടിച്ച 6 പാക്ക് വരുമെന്നാണ് ചില സഹോദരന്മാരെ വിചാരം. അത് എന്തൊരു വിചാരം? അത് അങ്ങനെയൊക്കെ വിചാരിക്കാൻ അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ വിചാരിക്കും? ഒരു തേയിലക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഒരു പരിമിതിയുണ്ട്. തേയില നല്ല ഏതൊരു ഇലയ്ക്കും അതിൻ്റെതായ പരിമിതിയുണ്ട്. വാഴ ഇല കൊണ്ട് ആറ്റം ബാബു ഏതൊരു ഇലയ്ക്കും അതിൻ്റെതായിട്ടുള്ള പരിമിതി ഉണ്ടെന്ന് പൊതിയോ നിങ്ങൾ ഇല്ല. അതുപോലെ തന്നെ തേയിലയിൽ നിന്നും അധികം ഒന്നും പ്രതീക്ഷിക്കരുത്. മനസ്സിലായില്ലേ? ഒരു ബക്കറ്റ് പോത്ത് ബിരിയാണി എന്നിട്ട് 1 ഗ്ലാസ് ഗ്രീൻ ടീ കുടിച്ചിട്ട് എല്ലാം ശരിയായെന്ന് പറഞ്ഞിങ്ങനെ സത്യം. ലോറി ഇടിച്ചവന് വിക്സ് മണപ്പിക്കാൻ കൊടുക്കുന്ന കണക്കത്തെ ഒരു പ്രൊസീജിയറാണ്. യൂട്യൂബ് അടിച്ചതാ. അപ്പൊ അത് പണിഞ്ഞ് മുട്ട പുറിജിയായി. ഒരുപാട് ആഴ്ച ബുൾസൈ ചെയ്യുന്ന. എന്താ വിഷമമായോ? ഇതുപോലെ മോനെ ഞങ്ങള് വളർത്തി വലിയൊരു ബുൾസൈ ആകുമെന്ന് വിചാരിച്ചു. പിന്നെ വളർന്നപ്പോഴാണ് തീമൊട്ടയാന്ന്. പിന്നെ എന്താ വിചാരിച്ചു? മത്തം കുത്തി കഴിഞ്ഞാൽ അതിനകത്തൊന്ന് അവക്കാടോ വരുമെന്ന് വിചാരിച്ചു. ഇപ്പൊ വിഷമായില്ല. ഇപ്പൊ സന്തോഷം. ഞങ്ങള് വളർത്തി വലിയൊരു ബുൾസൈ ആകുമെന്ന് വിചാരിച്ചു. പിന്നെ വളർന്നപ്പോഴാണ് തീമൊട്ടയാന്ന്. പിന്നെ എന്താ വിചാരിച്ചു? മത്തം കുത്തി കഴിഞ്ഞാൽ അതിനകത്തൊന്ന് അവക്കാടോ വരുമെന്ന് വിചാരിച്ചു. ഇപ്പൊ വിഷമായില്ലേ? ഇപ്പൊ സന്തോഷം. വശമായില്ലേ? അന്നേരം തലയാറ്റി കണ്ടോ? ചേട്ടാ എനിക്കൂടെ ചാൻസ് വാങ്ങി തരൂ. ഞാൻ നല്ല നടനാ. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു എന്റെ പടത്തിൽ ചാൻസ് ഇല്ല എന്ത് കേട്ടാ ചാൻസ് ഇല്ല. സ്ക്രിപ്റ്റ് ബുക്ക് ചെയ്തത് മാറിയില്ല. അല്ല സാറ് വിളിച്ചായിരുന്നു. തന്റെ അടുത്തല്ലടോ അവന്റെ അടുത്ത്. സാർ ഈ സ്ക്രിപ്റ്റിനകത്ത് എന്തായാലും എനിക്കൊരു റോൾ ഉണ്ട് സാറേ. സാർ ഒന്ന് കേറി വാ. സാർ നമ്മുടെ കഥാപാത്രത്തിന്റെ പേര് ബൈജു എന്നാണ്. ബൈജു ഞാനേ സാർ ഈ ബൈജു എന്ന് പറഞ്ഞാൽ ഭയങ്കര കാമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ശാന്തം അതല്ലായിരുന്നില്ലേ? അനിയെ സർട്ടിഫിക്കറ്റ് ആക്കല്ലേ. അങ്ങനെ ഈ കാമായിട്ടുള്ള ബൈജുവിന് ഒരു കാമുകയുണ്ട് സാർ. തമന്നെ സമന്ത ആയാലും
തന്നെ മതി. സാറേ എന്ത് അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ റെഡിയാണ് കേട്ടോ. സാർ പറഞ്ഞു. അങ്ങനെ സമാധാനമായി പൊക്കോണ്ടിരിക്കുന്ന ബൈജുവിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് ആപ്പിലാവുകയാണ് സാർ. ഓ ബൈജു സാർ. ബൈജു സാപ്പ അയ്യേ ഓ ബൈജു സാർ. എന്നെ വെച്ചാ ഞാൻ ആപ്പിലാവും. താൻ ബാക്കി തൊല്ലി. അങ്ങനെ നമ്മുടെ ബൈജുവിന്റെ അച്ഛൻ ജവാൻ അടിച്ചടിച്ച് വൃക്ക തകരാറിലാവുകയാണ് സാർ. അങ്ങനെ വൃക്ക കിട്ടാണ്ടായപ്പോ സ്വന്തം കാമുകി പോലും അറിയാതെ അവളുടെ വൃക്ക എടുത്ത് അവൻ അച്ഛന് കൊടുക്കുകയാണ് സാർ. ഇറങ്ങിപ്പോടാ. സാർ നിന്നെ ഞാനൊരു മാന്യനായിട്ട് തെറ്റിദ്ധരിച്ചു പോയി. സാർ ജനങ്ങൾ ബൈജുവിനെ ഏറ്റെടുക്കും. ഇതെങ്ങനെയാ വാട്സപ്പിൽ ഷെയർ ചെയ്യണത്? കാണിച്ചെന്നേടാ. അത് പ്രത്യേകിച്ചൊന്നുമില്ല, അത് സെലക്ട് ചെയ്തിട്ട് സെൻഡ്. എന്താ മോനെ? ചെറുപ്പത്തിൽ എന്നെ പഠിപ്പിച്ചത് ഓർമ്മണ്ട? ഇല്ല. പഠിക്കാൻ അപ്ലോഡ് ചെയ്യണമേ. നിങ്ങളുടെ ആശാവിസേ സ്റ്റോറി ഇടണ്ട. കമ്പാരിസൺ ഇതില്ല അപ്പുറത്തെ വീട്ടിലെ ചെറുക്കനെ വെച്ച് കമ്പയർ ചെയ്യണ ഒരു പരിപാടി ഉണ്ടല്ലോ. ഇതൊന്ന് വായിച്ചോടാ. മലയാളം